വകുപ്പിന്റെ മന്ത്രിയാണ്. ജിമ്മിന്റെ ആണോ? ജിമ്മില്ലാത്ത ഒരു പരിപാടി കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ അല്ലെങ്കിൽ എമർജൻസി കയറാം. സായിപ്പുമാരെ കേരളത്തിലേക്ക് കൊടുന്നാലേ മൂപ്പര ഭരണത്തിലൊരു തൃപ്തി വരും. അതിനെന്താ ചെയ്തത്? നമ്മൾ പണ്ട് ആട്ടിവിട്ട സായിപ്പുമാരെ കേരളത്തിന്റെ മണ്ണിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഈ അങ്ങാടിയിൽ നിന്നും 8 രൂപക്ക് നമ്മൾ കുടിക്കുന്ന ചായ എറണാകുളത്തെ താജ് ഹോട്ടലിൽ കൊണ്ടുപോയി കുഞ്ഞാലിക്കുട്ടി 5 ദിവസം വെച്ച് നടത്തിയ മാമാങ്കം ജിമ്മ്. ആ ജിമ്മ് നിങ്ങളുടെ ഇറങ്ങി വന്നപ്പോ കുഞ്ഞാലിക്കുട്ടി ഒന്നുകൂടി വെളുത്തു. അപ്പുറത്ത് യജൂജുമാരൊരു സായിപ്പ്, വലതു ഭാഗത്തും ഇടതു ഭാഗത്തും യജൂജും മജൂജും നിന്നിട്ട് നടുവില് സേതുരാമയ്യർ സിബിഐമാരി കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്നിട്ട് പറഞ്ഞു 30,000 ചെറുപ്പക്കാർക്ക് ഞങ്ങൾ തൊഴിൽ കൊടുക്കുന്നു. ആർക്ക് കിട്ടി? ഒന്നും വേണ്ട, മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടി പിടിച്ചു നടക്കുന്ന എത്രയോ കാലമായി മലപ്പുറം ജില്ലക്കകത്ത് ഇസ്ലാമിന്റെ ചിഹ്നമാണ് കോണി എന്ന് വിശ്വസിച്ചുകൊണ്ട് കുറെ പാവപ്പെട്ട മതവിശ്വാസികള് മുസ്ലിം ലീഗിന്റെ കുടുംബങ്ങൾ നിങ്ങളെ ബാപ്പമാരുടെ കാലം തൊട്ട് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നുണ്ട്. ആ മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗിന്റെ പാവപ്പെട്ട കുടുംബങ്ങളിൽ 1000 ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു വ്യവസായ സ്ഥാപനം മലപ്പുറത്തിന്റെ മണ്ണില് കുഞ്ഞാലിക്കുട്ടി സാഹിബിന് തുടങ്ങാൻ കഴിഞ്ഞോ? ആരായിരുന്നു മുസ്ലിം ലീഗുകാരെ തടസ്സം? ഈ നാട്ടിൽ എവിടെയെങ്കിലും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഇതെന്ന് കേട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അധ്വാനിച്ച പണം കൊണ്ടാണ് നിങ്ങൾ തിന്നുന്നതെങ്കിൽ, അതിനൊരു വിലയുണ്ടെങ്കിൽ അടുത്ത കമ്മിറ്റിയിലെങ്കിലും ചോദിക്കുക. കാലാകാലമായി മലപ്പുറത്തിന്റെ മണ്ണിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് കോണിയുടെ പോസ്റ്ററൊട്ടിക്കുന്ന തങ്ങളുടെ പേര് കേട്ടാൽ വോട്ട് ചെയ്യുന്ന പാവപ്പെട്ട മുസ്ലിം ലീഗിന്റെ കുടുംബങ്ങളില് 1000 ചെറുപ്പക്കാരന് മരിക്കുന്നത് വരെ ഒരു ജോലി കൊടുക്കാൻ എന്തേ മുസ്ലിം ലീഗിന് സാധിക്കാതിരുന്നത്? ഇപ്പോഴല്ലേ ഞങ്ങൾ 40 എണ്ണം ഭരിക്കാൻ തുടങ്ങിയത്? മലപ്പുറം ജില്ലയിലെ 95% പഞ്ചായത്തുകളും മുസ്ലിം ലീഗിന്റെ കയ്യിലല്ലേ? ബ്ലോക്ക് പഞ്ചായത്തുകൾ മുസ്ലിം ലീഗിന്റെ കയ്യിലല്ലേ? ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികൾ, ഈ നാടിന്റെ ഭരണം 16 MLA-മാരിൽ 14 മുസ്ലിം ലീഗ്, 2 MP-മാരാണ് നമുക്കുള്ളതിൽ. അത് 2ഉം മുസ്ലിം ലീഗിന്. ഈ നാടിന്റെ ഭരണവും നിങ്ങളുടെ കയ്യിലുണ്ടായിട്ട് ഈ നാട്ടിലെ മുസ്ലിം യൂത്ത് ലീഗിന്റെ 1000 ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ ഒരു വ്യവസായ സ്ഥാപനം ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ തുടങ്ങാൻ ആരായിരുന്നു നിങ്ങൾക്ക് തടസ്സം എന്ന് മുസ്ലിം ലീഗിന്റെ കുട്ടികളൊന്ന് ചോദിച്ചു നോക്കേണ്ടതുണ്ട്. ഇപ്പോഴേ കിട്ടുള്ളൂ. അല്ലാതെ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ നേരത്തെ നിങ്ങളെ പോക്കറ്റിൽ വെക്കാൻ 10-200 റുപ്യയും അവർ ഏൽപ്പിക്കുന്ന ഹോട്ടലിന് 3 നേരം ഭക്ഷണവും കഴിച്ച് രാത്രി 3 മണി വരെ അങ്ങാടിയിലിരുന്ന് ജയിച്ചു പോയാൽ അടുത്ത 5 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്തേക്ക് അവർ തിരിഞ്ഞു നോക്കൂ. അതിനു മുമ്പ് മുസ്ലിം ലീഗിന്റെ കുട്ടികൾക്ക് മലപ്പുറത്ത് വാങ്ങാൻ പറ്റാവുന്നത് വാങ്ങിയെടുക്കാൻ നിങ്ങൾക്ക് ത്രാണിയില്ലെങ്കിൽ നിങ്ങളെ സമൂഹം കുറ്റപ്പെടുത്തൂ. കാരണം നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയുണ്ട്. എത്ര കാലമായി ജയിപ്പിച്ചു വിടുന്നു ആ കൂട്ടരെ നിങ്ങളും കുടുംബവും? ഇല്ലേ? ചോദിക്കും നിങ്ങള്. എല്ലാം കൂട്ടിൽ 6000 കോടി രൂപ എളമരം കരീം എന്ന വ്യവസായ വകുപ്പ് മന്ത്രി 29 പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടങ്ങി ലാഭമുണ്ടാക്കിയ വ്യവസായങ്ങള് 4000 കോടി രൂപ നഷ്ടത്തിലാക്കിക്കൊണ്ട് ഞാനിതാ ഷട്ടറിട്ട് താഴിട്ട് പൂട്ടാൻ കാത്തു നിൽക്കുന്നു. മുസ്ലിം ലീഗിന്റെ കയ്യെ കിട്ടിയ അങ്ങനെയാണ്. ഓർമ്മയില്ലെങ്കിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ സബ് സെന്റർ പെരിന്തൽമണ്ണ ചോലാമലയിൽ ആരംഭിച്ച് അതിന്റെ പിന്നിൽ നമ്മളെ ശശിയേട്ടനൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു. അതിന്റെ പിന്നാലെ നടന്ന് അവസാനം മലപ്പുറം മണ്ഡലത്തിൽ നിന്ന് അഹമ്മദ് സാഹിബ് മത്സരിക്കുമ്പോൾ അതിന് എഴുതിയാണ് അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ സെന്റർ യാഥാർത്ഥ്യമാക്കിയ അഹമ്മദ് സാഹിബിന് അഭിവാദ്യങ്ങൾ. പൊന്നു ലീഗ് കണക്കിന് ലോകം തന്നെ പെറ്റുണ്ടാക്കിയത് നിങ്ങളാന്നാണ് പറഞ്ഞാൽ. പെരിന്തൽമണ്ണയിലെ അന്നത്തെ MLA ശശികുമാറും അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി MA ബേബിയും കൂടി ഈ പെരിന്തൽമണ്ണയിലെ ചോലാമലയിലേക്ക് അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ സബ് സെന്റർ കൊണ്ടുവന്നപ്പോ പ്രിയപ്പെട്ട ലീഗ് യൂത്ത് ലീഗിന്റെ പാവപ്പെട്ട കുട്ടികളെ മലപ്പുറം കുന്നുമ്മല് കലക്ടറേറ്റിന്റെ മുമ്പിൽ പന്തല് കെട്ടി കൊണ്ടിരുത്തിയിട്ട് നിങ്ങൾ വിളിപ്പിച്ചു. പെരിന്തൽമണ്ണയിൽ അലിഗഡ് വേണ്ട, പാണക്കാട് മതി എന്ന് പറഞ്ഞ് നിങ്ങൾ 100 ദിവസമാണ് സമരം നടത്തിയത്. സമരം കൊണ്ട് ലീഗിന് കാര്യം ഉണ്ടായില്ല, പക്ഷേ കുന്നുമ്മല് പ്രശാന്ത് ഹോട്ടലിന് കാര്യം ഉണ്ടായി. എന്നും 100-150 ബീഫ് ബിരിയാണി ചെലവാകും.